2026 ഇന്ത്യയുടെ ഒരു ഒന്നൊന്നര നീക്കം നടക്കാൻ പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ലോക ശ്രദ്ധ മുഴുവൻ നമ്മുടെ ഇന്ത്യയിലേക്കാണ്. 2026 ഇന്ത്യയുടെ ഉജ്ജ്വലമായ നീക്കങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. 2026 ഇന്ത്യയുടെ ഉജ്ജ്വലമായ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഏതൊരു രാജ്യത്തിന്റെയും പ്രധാന മുൻഗണനകളിൽ ഒന്നാണ് അവരുടെ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുക എന്നത്. പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുക എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണച്ചിലവുള്ള ഒരു കാര്യം തന്നെയാണ്. എത്ര പണം ചിലവുള്ള കാര്യമാണെങ്കിലും നമ്മുടെ രാജ്യം അക്കാര്യത്തിൽ പിശുക്ക് കാണിച്ചിട്ടില്ല. കാരണം രാജ്യത്തിലെ ഓരോ ഭാരതീയന്റെയും സംരക്ഷണം നമ്മുടെ ഭാരതത്തിന്റെ കടമയാണ്. ഇക്കാര്യം ഇപ്പോൾ പറയാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഫെബ്രുവരി 1 നമ്മുടെ പാർലമെന്റിൽ കേന്ദ്ര ബജറ്റ് അവതരണം നടക്കുക. നമ്മുടെ കേന്ദ്ര ബജറ്റിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്കായി നല്ല രീതിയിലുള്ള നീക്കിവയ്പ് ഉണ്ടാകുമെന്നതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. നമുക്കുള്ളതുപോലെ തന്നെ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ വലിയ വിശ്വാസമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. സൈന്യത്തിനായി അനുവദിച്ച 33,000 കോടി രൂപ ഇതിനോടകം തന്നെ വിനിയോഗിച്ചു കഴിഞ്ഞു എന്നത് എടുത്തു തന്നെ പറയണം. ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് 50,000 കോടി രൂപയുടെ ചെലവുകളിലേക്കാണ്. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി ഇതൊന്നും കൂടാതെ ഇതിനോടകം 80,000 കോടി രൂപയുടെ വമ്പൻ പദ്ധതി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വമ്പൻ പദ്ധതികൾ അടങ്ങുന്ന ഈ ബ്രഹ്മാണ്ഡ കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു എന്നതും എടുത്തു തന്നെ പറയണം. ഈ ഒരു കരാറിൽ നമ്മുടെ രാജ്യം ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതെന്തിന്റെ കരാറാണെന്നറിയാമോ? ഇത് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾക്കായുള്ള ഒരു നിർണായക കരാറാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പോളിസി എന്താണെന്നാൽ നമ്മുടെ സൈന്യത്തിന് വേണ്ട അത്യാധുനിക സജ്ജീകരണങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും അവയൊക്കെ തേടി പിടിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നതും നമ്മുടെ രാജ്യത്തിന്റെ പ്രയോറിറ്റികളിൽ ഒന്നാണ്. ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളായ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ സ്വീകരിച്ച ചില പ്രതിരോധ മാർഗങ്ങളുണ്ട്. അതിൽ റോക്കറ്റ്, മിസൈൽ സംവിധാനങ്ങൾ അടങ്ങുന്നു എന്നതാണ്. ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തും കൊണ്ടുവരികയാണ് എന്നുള്ള ഒരു വലിയ സൂചനയും നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോഴുള്ള ഈ അത്യുജ്വലമായ നീക്കങ്ങൾ നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം നമ്മുടെ സേനകൾക്കുള്ളിൽ പല ഗ്രൂപ്പുകളും സൃഷ്ടിച്ചു എന്നതാണ്. ഏതൊക്കെയാണ് ആ ഗ്രൂപ്പുകൾ? പരിശോധിക്കാം. രുദ്ര ബ്രിഗേഡ്, ഭൈരവ് ബറ്റാലിയൻ, ശക്തിബാൻ യൂണിറ്റുകൾ, ആഷ്നി പ്ലാറ്റൂണുകൾ തുടങ്ങിയ പുതിയ യൂണിറ്റുകൾക്കാണ് സൈന്യം തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനി എന്തിനാണ് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ യൂണിറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? പറഞ്ഞുതരാം. തീവ്രത കൂടിയ ഓപ്പറേഷനുകൾക്ക് വേണ്ടിയാണ് ഇതുപോലുള്ള യൂണിറ്റുകളെ സൈന്യം രൂപകൽപ്പന ചെയ്തത്. ഇത്തരത്തിലുള്ള പ്രതിരോധ മേഖലയിലെ വമ്പൻ നീക്കങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട മറ്റൊരു നിർണായക നീക്കമാണ് ഇന്ത്യ ഫ്രാൻസുമായി ചേർന്ന് വമ്പൻ കരാർ ഉറപ്പിക്കാൻ ഒരുങ്ങുന്നത്. വമ്പൻ കരാർ എന്ന് പറയുമ്പോൾ എത്രയാണ് ഇതിന്റെ മൂല്യം? പറഞ്ഞുതരാം. 3.25 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന ബ്രഹ്മാണ്ഡ കരാറിനാണ് നമ്മുടെ രാജ്യം ഒരുങ്ങുന്നത്. ഇനി എന്തിനാണ് ഈ കരാർ എന്നറിയണ്ടേ? അതും പറഞ്ഞുതരാം. ഈ ആഭ്യന്തര കരാറിന് കീഴിൽ റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ രാജ്യം. ഇതിലാകെ മൊത്തം 114 റഫാൽ യുദ്ധവിമാനങ്ങൾ രാജ്യത്തിന് ആവശ്യമായുണ്ട്. ഈ 114 യുദ്ധവിമാനങ്ങളിൽ 18 എണ്ണം ഫ്രാൻസിൽ നിന്നും വരും. ബാക്കിയുള്ള 96 യുദ്ധവിമാനങ്ങൾ നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ തന്നെ നിർമ്മിക്കുമെന്നതാണ്. നേരത്തെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രാദേശിക ഉള്ളടക്കം എന്നത് 30% മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 60 മുതൽ 80% വരെയാക്കി ഉയർത്തിയിട്ടുണ്ടെന്നതും വലിയൊരു നേട്ടമായി തന്നെ കണക്കാക്കണം. ഫ്യൂസ്ലേജ് എന്നാൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലെ? അറിയാത്തവർക്കായി വിമാനത്തിന്റെ മധ്യഭാഗത്തെ കമ്പാർട്ട്മെന്റിനെയാണ് ഫ്യൂസ്ലേജ് എന്ന് പറയുന്നത്. ഈ ഫ്യൂസ്ലേജ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഹൈദരാബാദിലെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് പോലെയുള്ള സൗകര്യങ്ങളിലേക്ക് പ്രൊഡക്ഷൻ മാറുമെന്നതാണ്. ഇതുപോലുള്ള റഫാൽ യുദ്ധവിമാന ഘടകങ്ങൾ ഫ്രാൻസിന് പുറത്ത് നിർമ്മിക്കുക ഇതാദ്യമായിട്ടാണ്, അതും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്യൂസ്ലേജ് നിർമ്മാണത്തിന് വേണ്ടി ദസോ ഏവിയേഷൻ ടാറ്റയുമായ ഒരു പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. ഇതിൽ ഇവരുടെ പ്രധാന ലക്ഷ്യം എന്താണെന്നാൽ 2028 സാമ്പത്തിക വർഷം മുതൽ ഓരോ മാസത്തിലും 2 ഫ്യൂസ്ലേജുകൾ നിർമ്മിക്കുക എന്നതാണ്. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നാഗ്പൂരിലെ ദസോ റിലയൻസ് എയറോസ്പേസ് ലിമിറ്റഡിനെ കുറിച്ച്. നാഗ്പൂരിലെ ദസോ റിലയൻസ് എയറോസ്പേസ് ലിമിറ്റഡിൽ ദസോ ഏവിയേഷനും റിലയൻസ് ഇൻഡസ്ട്രീസും തമ്മിലുള്ള ഒരു സംയുക്ത സംരംഭമായാണ് മുന്നോട്ട് പോകുന്നത്. മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ സ്ഥാപിതമായ ഇത് എയറോസ്പേസ് നിർമ്മാണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രത്യേകിച്ചും റഫാൽ യുദ്ധവിമാനങ്ങൾക്കുള്ള ഘടകങ്ങൾ നിർമ്മിക്കുക, അതുപോലെ തന്നെ ഫ്രാൻസിന് പുറത്ത് ദസോ ഏവിയേഷന്റെ ഫാൽക്കൺ ബിസിനസ് ജെറ്റുകൾക്കായി ഒരു അന്തിമ അസംബ്ലി ലൈൻ സ്ഥാപിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം. 2028 ആദ്യ ഡെലിവറികൾ, ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, ഇന്ത്യയുടെ എയറോസ്പേസ് മേഖലയെ ശക്തിപ്പെടുത്തൽ എന്നിവയാണ് ഇതിന്റെ പ്രധാനമായ ലക്ഷ്യം. ഉയർന്നു വരുന്ന വ്യോമ ഭീഷണികൾക്കെതിരായി ഇത്രയധികം റഫാൽ യുദ്ധവിമാനങ്ങൾ ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ ഫ്രാൻസിന് ശേഷം ലോകത്തിലെ ഏറ്റവും കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുമെന്ന കാര്യം ഏതാണ്ടൊക്കെ ഉറപ്പായി വരികയാണ്.